ഹായ് വെൽക്കം ടു കുക്കാസ് മാജിക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വെറൈറ്റി റൈസാണ്, ടൊമാറ്റോ റൈസാണ്. നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം, അല്ലാതെയും നമുക്ക് ലഞ്ചിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് നല്ല വലിയ അടികട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനോ എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി, ഒരു പകുതി പൊട്ടി കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇടാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക. ഞാനൊരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കാഷ്യൂ നട്ട്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയം ഒരു 5-6 കാഷ്യൂ നട്ട്സ് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടലപ്പരിപ്പിൻ്റെയൊക്കെ കളറൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് തന്നെ സവാള ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ല വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു 1.5 സവാള എടുത്താൽ മതിയാവും. എന്തായാലും നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ പകുതി മതി സവാള. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. പിന്നെ സവാളയൊക്കെ ഒന്ന് ചുരുങ്ങി വരണം. ഈ ഒരു ടൊമാറ്റോ റൈസിൽ മസാല പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേവിച്ച ചോറിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ബസ്മതി റൈസ്, കുറച്ച് ഉപ്പും എണ്ണയെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കുമ്പം റൈസ് അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല, സെപ്പറേറ്റായി കിടക്കുന്ന രീതിയിൽ വേവിച്ച് എടുക്കുക. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. അപ്പോൾ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇഞ്ചി എടുക്കുമ്പം വെളുത്തുള്ളിയുടെ പകുതി മതി ഇഞ്ചി. ഇതൊന്ന് ചതച്ച് എടുക്കാം. സവാളയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഈ ഒരു സമയം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. ഇത് ചതച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും, ഒരു വലിയ സ്പൂണിന് നിറച്ച് ഉണ്ടാവും. ചതയ്ക്കുമ്പോഴും ഒരുപാട് ഫൈനായിട്ട് അങ്ങ് ചതച്ചെടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ഇടിച്ച് എടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. അതപ്പോൾ അവിടെ കിടന്നൊന്ന് വഴലട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് തക്കാളി ഒന്ന് റെഡിയാക്കി എടുക്കാം. 4 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് അരച്ചാണ് ചേർക്കുന്നത്. ഞാൻ അരിഞ്ഞിട്ടും ടൊമാറ്റോ റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ അരച്ച് ചേർക്കുമ്പം ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പോഴും നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കുക്കായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിലും താഴെയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴും ഒരുപാട് അങ്ങ് കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂണിലും കുറവ് മതി മഞ്ഞൾപ്പൊടി. ഇപ്പം നമ്മുടെ ടൊമാറ്റോ റൈസിന് നല്ലൊരു റെഡിഷ് കളർ കിട്ടും. ഇപ്പോൾ പൊടികളും മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ടിത് കുക്കായി വരണം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ച ചോറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ലതുപോലെ കൂളായതിന് ശേഷം വേണം മസാലയിലിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോഴേ ഓരോ റൈസും സെപ്പറേറ്റായിട്ട് കിടക്കുള്ളൂ. നമ്മുടെ മസാല ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഇനിയും കുറച്ചുകൂടെ ആകാനുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇടണ്ട. ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റൈസിൽ നന്നായിട്ട് ആ ഗരം മസാലയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. വീണ്ടും അടച്ച് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് സമയമൊക്കെ എടുക്കും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരാൻ. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് വരണം. ആ തക്കാളിയിലെ മോയ്സ്ചറൊക്കെ പോയി എണ്ണ സെപ്പറേറ്റായി വരണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡിയാണ്. ഇനിയും എന്താ, നമ്മൾ വേവിച്ച് വെച്ച ചോറൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ചോറ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല തണുത്ത ചോറ് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പണി ഈസി ആയിരിക്കും. ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതങ്ങ് ഇളക്കിയെടുക്കുക. ആ ചോറൊന്ന് ചൂടായി വരണം, അത്രയേ ഉള്ളൂ. നമ്മൾ റൈസ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്താണ് വേവിച്ചത്. മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക, കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത് മതിയാവും. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നതിന് ശേഷം സെർവ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫാക്കി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു പൊട്ടാറ്റോ ഫ്രൈയോ, ഇനി പൊട്ടാറ്റോ ഫ്രൈ ഇല്ലെങ്കിൽ ഒരു പപ്പടം കൂട്ടി കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.